35 മീറ്റർ വീതി പോലും പറ്റില്ലെന്ന് പറഞ്ഞ ദേശീയപാത വികസനത്തിൽ നിന്ന് അന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സർക്കാർ ഒളിച്ചോടിയ കാലത്ത് കൊല്ലം എംപിയായിരുന്ന എൻ.കെ. പ്രേമചന്ദ്രൻ അന്നത്തെ ദേശീയപാത വികസനം യാഥാർത്ഥ്യമാക്കാത്തതെന്തെന്ന് LDF. എന്നാൽ അതാത് കാലങ്ങളിൽ MP ഇടപെട്ടിട്ടുണ്ടെന്ന് UDF. ദേശീയപാത വികസനം പോലും MP സ്വന്തം പേരിലാക്കിയതോടെ തെരഞ്ഞെടുപ്പിൽ സംഭവം ചൂടേറിയ വിവാദമാകുന്നു. 35 മീറ്റർ വീതി പോലും പറ്റില്ലെന്ന് പറഞ്ഞ ദേശീയപാത വികസനത്തിൽ നിന്ന് അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഒളിച്ചോടിയ കാലത്ത് പ്രേമചന്ദ്രൻ MP വയൽക്കിളി സമരത്തിന് അനുഭാവം പ്രകടിപ്പിച്ച് ദേശീയപാത വികസനത്തിന് എതിരി നിന്നെന്ന് LDF ആരോപിക്കുന്നു. അന്ന് ഫണ്ടിൽ നിന്ന് മുട്ടാപ്പോക്ക് ന്യായം പറഞ്ഞ് ഉമ്മൻചാണ്ടി സർക്കാർ കൈമലർത്തി. 2016-ൽ കേരളത്തിൽ ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിലേറിയ ശേഷം കേട്ട പ്രഖ്യാപനം ആരൊക്കെ എതിർത്താലും എന്തൊക്കെ പ്രതിബന്ധങ്ങൾ ഉണ്ടായാലും 45 മീറ്റർ വീതിയിൽ ഭൂമി ഏറ്റെടുത്ത് കേരളത്തിലെ ദേശീയപാത വികസനം യാഥാർത്ഥ്യമാക്കിയിരിക്കും എന്നായിരുന്നു. ഭൂമി ഏറ്റെടുക്കൽ എന്ന ദൗത്യം ഒരു സംസ്ഥാന സർക്കാർ സ്വന്തം നിലയിൽ ഏറ്റെടുത്ത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ദേശീയപാത വികസനം പൂർത്തീകരണത്തിലേക്ക് എത്തിച്ചെന്ന് LDF കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറി K. വരദരാജൻ പറഞ്ഞു. ഉമ്മൻചാണ്ടി ഗവൺമെൻറ് ഈ പദ്ധതി ഉപേക്ഷിക്കുന്ന സമയത്ത് ഉമ്മൻചാണ്ടിയുടെ മുന്നണിയുടെ ഭാഗമായി നിന്നിരുന്ന കൊല്ലത്തെ MP എന്ത് നിലപാടാണ് ആ ഘട്ടത്തിൽ സ്വീകരിച്ചത് എന്ന് എല്ലാവർക്കും അറിയാം. ഇത് നിർത്തലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ എലികകൾ മാറ്റണമെന്നും ഭൂമി വിട്ടുകൊടുക്കാൻ പറ്റില്ല എന്നും പറഞ്ഞവരോടൊപ്പം നിൽക്കുകയാണ് അദ്ദേഹം ചെയ്തത്. വയൽക്കിളികൾ നടത്തിയ സമരത്തിൽ അദ്ദേഹം ഉൾപ്പെടെ VM സുധീരൻ, പ്രേമചന്ദ്രൻ തുടങ്ങിയ എല്ലാ നേതാക്കന്മാരും അവിടെ പോയി. ഇപ്പോഴത്തെ UDFൻ്റെ കൺവീനർ MM ഹസൻ ഇവരെല്ലാം വയൽക്കിളികളുടെ സമരപ്പന്തലിൽ പോയി ഒരു കാരണവശാലും ഇത് ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ച കാര്യവും ആരും മറന്നിട്ടില്ല. എന്നാൽ കാലാകാലങ്ങളിൽ ദേശീയപാത വികസനത്തിൽ N.K. പ്രേമചന്ദ്രൻ ഇടപെട്ടിരുന്നുവെന്ന് RSP നേതാവ് അഡ്വക്കേറ്റ് മധു അവകാശപ്പെട്ടു. N.K. പ്രേമചന്ദ്രൻ MP എന്ന് പറയുന്ന ജനപ്രതിനിധിയുടെ ഫലപ്രദമായ ഇടപെടലുണ്ടായി എന്നുള്ളതാണ് അവകാശവാദം. അതല്ലാതെ എക്സിക്യൂട്ടീവിൻ്റെ ഭാഗമായിട്ട് നടപ്പാക്കുന്ന പദ്ധതികളുടെ എല്ലാം അവകാശവാദം N.K. പ്രേമചന്ദ്രനില്ല. ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ N.K. പ്രേമചന്ദ്രൻ ഇഫക്റ്റീവായിട്ട് അതിൽ ഇടപെട്ടു എന്നുള്ളതാണ് അതിനെ സംബന്ധിച്ചുള്ള അഭിപ്രായം. 5000 കോടി രൂപ ഒന്നാം പിണറായി സർക്കാർ ചെലവഴിച്ച് ഭൂമി ഏറ്റെടുത്ത് കൈമാറിയതോടെ മാത്രമാണ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഉമ്മൻചാണ്ടി സർക്കാരും അന്നത്തെ MP N.K. പ്രേമചന്ദ്രനും ഉപേക്ഷിക്കുകയോ കൈയൊഴിയുകയോ ചെയ്ത ദേശീയപാത നിർമ്മാണം അവസാന ലാപ്പിലേക്ക് കുതിക്കുന്നത്. ഒരുപക്ഷെ 5000 കോടി മുടക്കി ഒന്നാം പിണറായി സർക്കാർ ഭൂമി എടുത്ത് നൽകിയില്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും ദേശീയപാത വികസനം യാഥാർത്ഥ്യമാവില്ലായിരുന്നു. ഈ യാഥാർത്ഥ്യം നിലനിൽക്കെയാണ് N.K. പ്രേമചന്ദ്രൻ MP ഇതൊക്കെ തൻ്റെ കഴിവുകൊണ്ട് നേടിയതാണെന്ന് വീമ്പിളക്കിയത്. കൊല്ലത്തുനിന്ന് ക്യാമറമാൻ അയ്യപ്പദേവിനൊപ്പം രാജ്കുമാർ.